അത് മാത്രമല്ല, മറ്റൊരു കണക്കൂടുണ്ട്. ആകെ 156 വാർഡുകളാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഈ മണ്ഡലത്തിൽ, ആകെ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ളത്. അതിൽ 77 LDFിൻ്റെ ജനപ്രതിനിധികളാണെന്ന്, 76 UDFിൻ്റെ ജനപ്രതിനിധികളുള്ളത്, ഒരിടത്ത് BJPയും ഒരു പൂർണ്ണ സ്വതന്ത്രനും ചുങ്കത്തറ പഞ്ചായത്തിലെ ഒരു ഒഴിവും. ഇതാണ് അതിൻ്റെ ഒരു കണക്ക്. ജില്ലാ പഞ്ചായത്ത് 2-1 ഇടതുപക്ഷമാണ്. ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 13 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ 6 ഇടതുപക്ഷമാണ്. എല്ലാ നിലയിലും സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ടാണെങ്കിലും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിച്ചാണെങ്കിലും ഇടതുപക്ഷത്തിന് അനുകൂലമാണ് ഈ മണ്ഡലം. ഇടതുപക്ഷത്തിന് അനുകൂലമല്ല എന്നതൊരു പ്രതീതി നിർമ്മാണം മാത്രമാണ്. അത് മാത്രമല്ല, കഴിഞ്ഞ 9 കൊല്ലത്തിനിടയിൽ കേരളത്തിനകത്ത് ഇടത് ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വലിയ രാഷ്ട്രീയ മാറ്റത്തിന് വിധേയമായൊരു മണ്ണാണ് ഈ മണ്ണ്. കാര്യം, തുടർച്ചയായ 30 കൊല്ലത്തോളം നടന്ന വികസന മുരടിപ്പിൽ നിന്ന് എന്താണ് വികസനം എന്നത് ജനങ്ങൾക്ക് അനുഭവവേദ്യമായ 9 കൊല്ലാണ് കടന്നുപോയത്. സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഈ മണ്ഡലത്തിൽ മാത്രം 2000-ലധികം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. നിരവധിയായ വികസന പദ്ധതികൾ ഇപ്പോൾ തുടർച്ചയായി അതിൻ്റെ തുടർച്ചയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ രാഷ്ട്രീയ മാറ്റത്തിന് വിധേയമായി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഉൾപ്പെടെ ഇടതുപക്ഷമാണ് ശരി, ഈ ഗവൺമെൻറ്റാണ് നിലനിൽക്കേണ്ടത്